കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുണ്ടാകുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. കെ.എസ്.ആർ.ടി.സിയുടെ മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടിയാകും പ്രതിമാസ നഷ്ടമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുണ്ടാകുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയത്. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കാനാണ് സർക്കാരിൻ്റെ ആലോചന. കെ.എസ്.ആർ.ടി.സിക്ക് ആകെ 5280 ബസ്സുകളാണുള്ളത്. അതിൽ 3200 എണ്ണം ഓർഡിനറിയാണ്. സർവീസിനയക്കുന്ന 4700 ബസ്സുകളിൽ 2700 താഴെയാണ് ഓർഡിനറി ബസ്സുകൾ. സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ ഓടുന്ന ബസ്സുകളിൽ സൗജന്യം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഓർഡിനറി ബസ്സുകളിൽ 50% സ്ത്രീ യാത്രക്കാരാണ്. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയാണ് നഷ്ടമുണ്ടാവുക. സിറ്റി ഫാസ്റ്റിലും ഓർഡിനറിയിലും അനുവദിച്ചാൽ 65 കോടി രൂപയും, ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണ് അനുവദിക്കുന്നതെങ്കിൽ 90 കോടി രൂപയാകും വരുമാന നഷ്ടം. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടിയാകും നഷ്ടമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സൗജന്യം നടപ്പിലാക്കുമ്പോൾ സ്ത്രീ യാത്രക്കാർ 60% കെ.എസ്.ആർ.ടി.സി മാനേജ്മെൻറ്റിൻ്റെ കണക്കുകൂട്ടൽ. നഷ്ടം പരിഹരിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക പാക്കേജ് കെ.എസ്.ആർ.ടി.സിക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മാനേജ്മെൻറ്റ്. സൗജന്യ യാത്ര സംബന്ധിച്ച ചർച്ചകൾക്കായി ഗതാഗത മന്ത്രി CP ജോൺ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.